ഹലോ മൈഡിയേഴ്സ്, നല്ല വിഷയം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഏഷ്യം ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഒരു മല്ലിക മാങ്ങയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഇന്നലെ നമുക്ക് കടയിൽ പോയപ്പം ഒരു അടിപൊളി മാങ്ങ കിട്ടി. ഏകദേശം 1 കിലോളം വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഒറ്റ മാങ്ങ നമ്മൾ വാങ്ങിച്ചു. നമ്മളെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നമ്മളത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ, ഒരു വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്യില്ല, സ്കൂപ്പ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ വീട്ടിൻ്റെ റൂഫ് ചെയ്തിരുന്നു, വാഷിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലൊരു അയലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കയർ ഉപയോഗിച്ചിട്ട് എല്ലാ അയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താണ്. അപ്പം ആഴ്ച മുകളിലോട്ട് ഒന്ന് നമ്മൾ നല്ലൊരു ലേഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒരു ലോക്കൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ തള്ളി നീക്കി. ഇവിടെ ഓ വിളിച്ചു വന്നല്ലോ. ഈ ലേഡർ ഒരു സിമ്പിളായിട്ടുള്ള ലേഡർ കേട്ടോ, അത് ഈ എക്സ്പെൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ചെയ്ത് വെച്ചാണ്. അതേപോലെ ഉണ്ടോ അയൽ നമ്മൾ സ്റ്റേവറില്ലേ, നമ്മളെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കുമ്പം ഒരു വയറ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കലുണ്ട് ഇതിനെ കെട്ടാൻ വേണ്ടിയിട്ട്. ആ വയറാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അയൽ കെട്ടിയിട്ടുള്ളത്. ഒരു 4 അയൽ നമ്മൾ അടിപൊളിയായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നമുള്ള സംഭവമാണ് ഈ അയൽ കെട്ടി കൊടുക്കുക, കയർ പൊട്ടിപ്പോവുക, കയറിൻ്റെ മുകളിലുള്ള അത് പഴയ സമയത്ത് അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ഡ്രസ്സിലാവുക. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാം. നമ്മുടെ ജിത്തോട്ടൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ചെറിയ മക്കൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. മുകളിലോട്ട് പോവാം. അവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മളെ റൂഫിൻ്റെ മുകൾ ഭാഗം കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാന്താരി ഇവിടെ കയറി ഇരിക്കുന്നുണ്ട്. കാന്താരിൻ്റെ കയ്യിൽ നിന്ന് മാങ്ങ ഉരുണ്ട് താഴെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ചെറിയൊരു ലേഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ ഒരു പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെടി നനയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവല്ലോ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അന്ന് നമ്മൾ പൈപ്പൊന്നും ഫിറ്റ് ചെയ്യുന്നത്, ഇപ്പോഴാണ് ഇതിന് ടേപ്പൊക്കെ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തായാലും മാങ്ങ കഴിക്കുമോ? മതി, കുളിപ്പിക്കണ്ട. ഇവിടെ വലിയ നല്ലൊരു സ്ലാബ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് പിന്നെ നമ്മുടെ ഹീരോപ്പറങ്കിൻ്റെ തൈ ശരിക്കും നമുക്ക് തൈകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാട്ടോ. കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുന്നേ നമ്മളെ കയ്യിൽ വന്ന് പെട്ടതാണ്. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു, നമ്മുടെ സ്വന്തം രജിയും ഫാമിലിയും. അങ്ങനെ അശ്വതി ഏതൊരു വീട്ടിൽ നിന്ന് ഒക്കെ കുഴിച്ചിടാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു, പക്ഷേ ഇവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ നമ്മളതിനെ ഒരു ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് കരിയിലയും ഓൾറെഡി ഞാനിവിടെ പ്രോട്ടീൻ മിക്സ് റെഡിയാക്കി വെച്ചിരുന്നു. ആ പ്രോട്ടീൻ മിക്സൊക്കെ ഇട്ട് ഒരു 5 ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ. നല്ലപോലെ സെറ്റ് ചെയ്ത് ഇനിയും ഗ്രോ ബാഗിൽ ഇനിയും കുറേ മണ്ണ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം മുളകിൻ്റെ തൈ വലുതായി വരുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം മടക്കി വെച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ താഴെ ഏകദേശം ഒന്ന് റണ്ണായി വന്നപ്പം മുകളിലേക്ക് സെറ്റ് ചെയ്തതാണ്. മുളക് ഉണക്കാനിട്ടപ്പം അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ കേട്ടോ, അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഒരു മധുരക്കിഴങ്ങ് വാങ്ങിയപ്പം അത് മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പീസാക്കി ഗ്രോ ബാഗിൽ കുഴിച്ചിട്ട് കൊടുത്താണ്. അതും വലുതായി വരുന്നുണ്ട്. ഏകദേശം 1 മാസം മുന്നേ ആണ് കേട്ടോ നമ്മൾ ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ മുളച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതിന് 2 പീസാക്കി കട്ട് ചെയ്ത് 2 സിമൻറ്റ് ചാക്കുകളിൽ ഏകദേശം 5 കിലോളം പോട്ടി മിക്സ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചിട്ടതാണ്. എന്തായാലും ഒരു പരീക്ഷണമാണ്, എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതൊന്നും പിന്നെ അന്ന് നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിൻ്റെ അകത്ത് നമുക്ക് മധുരക്കിഴങ്ങ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഇന്നത് നല്ലപോലെ വളർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചാടി ഇരിക്കാം.
എനിക്ക് ജസ്റ്റ് കാണാൻ പറ്റില്ല. കാല് നാളെ പണ്ട് കത്തിയൊക്കെ ആയിട്ട് നമ്മളെ കളി പണ്ടേ മുഖത്തതാ ചോര. ചോര കണ്ട് ശീലിച്ചതാ. അത് തുടച്ചിട്ട് പറ. അപ്പോൾ മാങ്ങ ചെറിയൊരു മാങ്ങാണ് മുറിച്ച് കേട്ടോ. ടേസ്റ്റാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ കഴിച്ച? നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. എന്താക്കാൻ പോവാ? അങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഐസ്ക്രീമൊക്കെ തിന്നാൽ മതി. ഒന്നും പറയുന്നുണ്ടെങ്കിൽ കുടുങ്ങി. ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ചെങ്ങായി ഇതൊന്നും അല്ലാണ്ട് വേറെ പരിപാടി ഒന്നുമില്ലെന്ന്. പക്ഷേ ഈ മാങ്ങ ഇങ്ങനെ മാങ്ങ തിന്നുക ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളൊന്നും ഇങ്ങനെ തിന്ന് നോക്കണ്ടേ, എന്നാൽ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവും. ഉണ്ടോ? ഇതിപ്പോൾ ഉണ്ട് ഏകദേശം ഒരു തോണി മാതിരിയായി. വേണമെങ്കിൽ നമുക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിൽ തോണി ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടോ. മാങ്ങ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മല്ലിക മാങ്ങയാണ്. ഇതിപ്പോൾ 100 രൂപയാണ് ഇപ്പം മാർക്കറ്റ് റേറ്റ് കേട്ടോ. മല്ലികയായിട്ട് നിങ്ങൾ എന്തെങ്കിലും? മല്ലികയായിട്ട് എനിക്കൊരു ബന്ധമില്ല, മാങ്ങയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇനിയൊരു വീഡിയോയുമായി സന്ധിക്കും വരെ നന്ദി, വണക്കം. എങ്ങനെ സ്കൂപ്പ് ചെയ്തൊക്കെ കഴിച്ചാലും നമ്മളെ ഇങ്ങനെ മാങ്ങ ഇന്ത്യ ആവശ്യമില്ല. പരിഗണന വേണോ? അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം ഇങ്ങനായി എൻ്റെ അവസ്ഥ. അതോ ഗതിയും വെള്ളിയാഴ്ച. അങ്ങനെ മാങ്ങ തീറ്റി പരിപാടി കഴിഞ്ഞു. അപ്പം അണ്ടി ബാക്കിയായി. പിന്നെ മുളപ്പിക്കാലോ എന്നൊരു ചെറിയൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും മാങ്ങ തിന്നു കഴിഞ്ഞു, അണ്ടി ബാക്കിയാവുമല്ലോ എന്തായാലും. അപ്പോൾ മൂപ്പര കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ മെയിൻ വിത്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടത്. അപ്പോൾ ഇതിനെന്തായാലും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് നല്ലപോലെ മുളച്ചിട്ട് കുഴിച്ചിടാനായിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ വെച്ചാൽ പോരെ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഗ്രോ ബാഗ് ഇവിടെ കാലുണ്ട്, ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൽ മുളച്ച് വരുമോ നോക്കാം അല്ലേ? കുഴിച്ചിട്ട് കൊടുക്കട്ടെ. മാങ്ങ നമ്മളിങ്ങനെ സാധാരണഗതിയിൽ പിന്നെ എവിടെയെങ്കിലും വീണ് കിടന്ന മാങ്ങ മുളച്ച് അതിനെ കുഴിച്ചിടുന്ന പരിപാടി നമുക്കുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ഒരു അണ്ടി മുളപ്പിച്ച് നോക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കാം എന്തായാലും.